ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ഏതൊക്കെ സെക്ടർ ഇനി ഈ ഒരു ഇന്ത്യ പാക് ടെൻഷനിൽ ഡൗൺ ആകാൻ സാധ്യതയുണ്ട്, ഇനി ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യാം, പിന്നെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്, ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെ, മൺഡേ മാർക്കറ്റിൽ ഏതൊക്കെ സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അതിന് മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങൾ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ, ടെക്നിക്കൽ ഈ 3 കാര്യവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഇൻഡെക്സ് എങ്ങനെയാണ് ക്ലോസ് ആയത് എന്ന് നോക്കാം. ഇപ്പൊ നിഫ്റ്റി അറൌണ്ട് 24,000 വന്നിരിക്കുന്നു. സെൻസസ് 880 പോയിന്റ്സ് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ BSE മിഡ് ക്യാപ്പ് ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ആയി. സ്മോൾ ക്യാപ്പ് 0.3% ഡൗണിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിരിക്കുന്നത് ടൈറ്റൻ കമ്പനി, ടാറ്റ മോട്ടോഴ്സ്, L&T, ഭാരത് ഇലക്ട്രോണിക്സ്, ഹീറോ മോട്ടോകോർപ്പ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്നത് ICICI ബാങ്ക്, പവർ ഗ്രിഡ്, അൾട്രാടെക് സിമെന്റ്, ശ്രീറാം ഫൈനാൻസ്, ഗ്രസീം ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ലൂസേഴ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്ടർ വൈസ് നോക്കിയാൽ റിയാലിറ്റി സെക്ടറിൽ 2.3% ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബാങ്ക് സെക്ടർ 1.3% ഇടിഞ്ഞിട്ടുണ്ട്. പിന്നെ മീഡിയ, കൺസ്യൂമർ, ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ തന്നെ താഴേക്ക് പോയിരിക്കുന്നത്. അതിൽ PSU ബാങ്ക് 0.9 to 1.6% ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫോം ചെയ്തിരിക്കുന്ന ഒരേ ഒരു സെക്ടർ നിഫ്റ്റി PSU ബാങ്ക് ആണ്. വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക് സെക്ടറുമാണ്. അപ്പോൾ ടൈറ്റൻ കമ്പനിയാണ് നല്ല ഒരു ബിഗസ്റ്റ് ഗെയിനറിൽ വന്നിരിക്കുന്നത്. ബിഗസ്റ്റ് ലൂസർ ആയത് ICICI ബാങ്ക് ആണ്. അപ്പൊ ഈ ഒരു വാർ ഇനി കണ്ടിന്യൂ ആകുമോ, ഇനി ഒരു സാറ്റർഡേ സൺഡേയിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഇമ്പാക്ട്, അത് ബേസ് ചെയ്തിട്ടായിരിക്കും മൺഡേ മാർക്കറ്റിൽ വരുന്നത്. ഇപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി 300 പോയിന്റ്സ് ഡൗണിലാണ് ഇന്ന് ഓപ്പൺ ആയത്. ഈ ഒരു ഇന്ത്യ പാക് ടെൻഷനിൽ അതിനുശേഷം മാർക്കറ്റിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും 24,000 ആ ഒരു റേഞ്ചിൽ വന്ന് നിന്നിട്ടുണ്ട്. അപ്പം എന്നാലും മൺഡേ മാർക്കറ്റിൽ നമുക്ക് 23,900 അതൊരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ മേജർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് US UK ഡീലാണ്, ട്രേഡ് ഡീലാണ്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഗ്ലോബലി അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉള്ളത്. സ്റ്റീൽ, അലുമിനിയത്തിന്റെ താരിഫ് റിഡ്യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു താരിഫ് വാർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഈ ട്രംപ് ജനുവരിയിൽ വന്നതിന് ശേഷം, അദ്ദേഹം പദവിയിൽ വന്നതിന് ശേഷം ഈ ഒരു ഫെബ്രുവരിയിലാണ് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്, താരിഫ് വാർ. ഏപ്രിലിൽ റെസിപ്രോക്കൽ താരിഫ് സ്റ്റാർട്ട് ചെയ്തു. 70 കൺട്രീസിന് ഇതുപോലെ താരിഫ് ഇമ്പോസ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ സ്റ്റീൽ സെക്ടറിൽ 25-ൽ നിന്ന് താരിഫ് 0% ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മെറ്റൽ സ്റ്റോക്കുകൾക്ക് നല്ല പോസിറ്റീവ് ആണ്. സ്റ്റീൽ, അലുമിനിയമിന് താരിഫ് റെഡ്യൂസ് ആക്കിയത് എസ്പെഷ്യലി ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് എടുത്തു പറയേണ്ട കാര്യമാണ്. ടാറ്റ മോട്ടോഴ്സിന് നല്ല ഒരു ബെനിഫിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് ഇന്ന് 3.83% ഇൻക്രീസ് ആയിരിക്കുന്നു. കാരണം ഈ ഒരു US UK ഡീൽ സാങ്ഷൻ ചെയ്തത് നല്ല ഒരു പോസിറ്റിവിറ്റി തന്നിരിക്കുകയാണ്. പിന്നെ ടാറ്റ മോട്ടോഴ്സ് 600 ഈ മെയ് 6 മുതൽ നോക്കിയാൽ 645 650 റുപ്പീസ്, ഏകദേശം 60 റുപ്പീസോളം ഇൻക്രീസ് ആയിരിക്കുകയാണ് ഒരു ഷെയറിന്. അതായത് 6 to 7% ടാറ്റ മോട്ടോഴ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. അതുപോലെ ഡിജിറ്റൽ സർവീസസിലും ടാക്സ് വലിയ മാറ്റമില്ല. പിന്നെ ഫാർമ സപ്ലൈ ചെയിനിൽ അനൗൺസ്മെന്റ് നൽകിയിരുന്നു. അപ്പോൾ അത് $10 ബില്യൺ ബോയിങ്ങിന്റെ പ്രൊക്യൂർമെന്റ് ഡീൽ, US UKയുടെ ഡീല്, അത് ഫാർമ സപ്ലൈ ചെയിൻ്റെ അനൗൺസ്മെന്റ് നൽകിയിട്ടുണ്ട്. പിന്നെ നിഫ്റ്റി 50-യിൽ നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് ഇന്ന് ടൈറ്റൻ കമ്പനി, മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടൈറ്റൻ കമ്പനി ജൂവലറി ബേസ്ഡ് സ്റ്റോക്കിൽ വരുന്നത് കൊണ്ട് തന്നെ കല്യാൺ ജുവലേഴ്സ് അത് കാരണം പോസിറ്റീവായി. കല്യാൺ ജുവലേഴ്സിനും നല്ല ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വന്നു. കല്യാൺ ജുവലേഴ്സും ഇന്ന് 5.45% ഉയർന്നിട്ടുണ്ട്. പിന്നെ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഇന്നിപ്പോ
0.46% ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ L&T ലാർസൻ ആൻഡ് ടൂർബോ നല്ലൊരു പോസിറ്റീവ് റിസൾട്ട്. ഇതെല്ലാം ഇന്ന് നല്ലൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. പിന്നെ ബ്രിട്ടാനിയ പോസിറ്റീവ് ആയിരുന്നു. ബയോകോൺ ഒക്കെ കുറച്ച് വീക്കിൽ വന്നിട്ടുണ്ട്. REC ലിമിറ്റഡ് റിസൾട്ട് ഇമ്പാക്റ്റ് ആണ് 2% ഡൗണിൽ വന്നിരിക്കുന്നത്. REC ലിമിറ്റഡ് 7.45 1.90% ഇടിഞ്ഞിട്ടുണ്ട്. BSEയുടെ റിസൾട്ട് അപ്സൈഡിൽ വന്നുവെങ്കിൽ MCX ഡൗണിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് വീക്ക് ആയിരുന്നാലും സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ആ ഒരു റിക്കവറി ചെയ്ത് വന്നിരിക്കുന്ന ലിസ്റ്റിൽ നോക്കാം. BDL ഭാരത് ഡൈനാമിക്സ് ഒരുവിധം ബെറ്റർ പെർഫോമൻസ് വന്നിരിക്കുന്നു. അതുപോലെ ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ് 2.93%, ഏകദേശം 3% കയറി. അതുപോലെ HAL നല്ലൊരു സ്ട്രോങ് മൊമെന്റം ഉണ്ടായിരുന്നു. പിന്നെ GRSC ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് 1.42% കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ നേവിക്ക് വാട്ടർക്രാഫ്റ്റ് ഡെലിവർ ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഇന്ന് 1.42% കയറിയിട്ടുണ്ട്. പിന്നെ PSU ബാങ്ക് സെക്ടറിൽ യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക് ഒക്കെ നല്ല ഒരു റിസൾട്ടാണ്. യൂണിയൻ ബാങ്ക് ഇന്ന് 6%ഓളം ഇൻക്രീസ് ആയിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 6.33% കയറിയിട്ടുണ്ട്. അതുപോലെ കാനറ ബാങ്കും നല്ലൊരു കറക്ഷൻ വന്നിട്ട് റിക്കവർ ചെയ്തിരിക്കുകയാണ്. കാനറ ബാങ്ക് ഇന്ന് 2.58% ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ IIFL ഫിനാൻസിന്റെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിരുന്നു. IIFL ഇതിന്റെയൊക്കെ ടെലഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണുക. അപ്പോൾ ഏഞ്ചൽ വൺ ഫസ്റ്റ് ഹാഫിൽ വീക്ക് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ന്യൂട്രൽ വന്ന് ക്ലോസ് ആയി ഏഞ്ചൽ വൺ ലിമിറ്റഡ്. അതുകൊണ്ടാണ് 0.21% ഇടിഞ്ഞത്. ഓക്കെ. പിന്നെ ചേമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ റിസൾട്ടും പോസിറ്റീവ് ആയിരുന്നു. ചേമ്പൽ ഫെർട്ടിലൈസേഴ്സ് 0.43% ഉയർന്നിട്ടുണ്ട്. പിന്നെ സെക്ടർ വൈസ് നോക്കുമ്പോഴത്തേക്ക് ലാർജ് ക്യാപ്പിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. മിഡ് ക്യാപ്പ് പോസിറ്റീവ് ആയെങ്കിൽ സ്മോൾ ക്യാപ്പ് വലിയൊരു റിട്ടേൺസ് ഇല്ല. ഇപ്പൊ നിഫ്റ്റി 50യിൽ ടൈറ്റനും L&Tയും ആണ് നല്ല ഒരു പോസിറ്റീവ് ഇമ്പാക്ട് മെയിൻ ആയിട്ട് തന്നിരിക്കുന്നത്. അതുപോലെ ടാറ്റ മോട്ടോഴ്സ് US UK ഡീലിൽ നല്ലൊരു പോസിറ്റീവ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടെൻഷൻ കാരണം ഏതൊക്കെ സെക്ടർ താഴേക്ക് പോവാം, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടറിന് ഒരു ഡൗൺവേർഡ് വരാമെന്ന് വെച്ചാൽ റിയാലിറ്റി സെക്ടറിന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരാം. അതുപോലെ ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള സെക്ടർ, ഹോട്ടൽ ബേസ് ചെയ്തിട്ടുള്ള സെക്ടർ ഒക്കെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ മെയിനായിട്ട് ഇന്ന് നോക്കിയാൽ ഇന്ത്യൻ ഹോട്ടൽസ് ഈ ഒരു സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ഇന്ന് 3.71% ഇടിഞ്ഞിട്ടുണ്ട്. PVR ഐനോക്സ് 0.80% ഇടിഞ്ഞിട്ടുണ്ട്. ഇൻഡിഗോ ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഇതെല്ലാം വന്നിട്ട് ഇന്ന് നല്ല ഇടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു സെക്ടേഴ്സ് ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫിനാൻസ് മിനിസ്റ്ററുടെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, അപ്പൊ അതുകൊണ്ട് സോളാർ ഗ്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ചൈന വിയറ്റ്നാമിൽ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സോളാർ കമ്പനീസിനൊക്കെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഇന്റലക്ട് ഡിസൈൻ ഈ ഒരു സ്റ്റോക്ക്, ഇന്റലക്ട് ഡിസൈൻ അരീന ഈ ഒരു സ്റ്റോക്ക് ഇന്നിപ്പോ 1% ഇടിഞ്ഞിട്ടുണ്ട്. റിസൾട്ടിന്റെ ഇമ്പാക്റ്റ് ആണ്. പിന്നെ അടുത്തത് ഈ ഒരു ഏഷ്യൻ പെയിന്റ്സ് നോക്കാം. ഏഷ്യൻ പെയിന്റ്സ് 0.23% ഇന്ന് ഉയർന്നിട്ടുണ്ട്. ശ്യാം മെറ്റാലിക്സ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് കുറച്ച് ഡൗണിൽ പോയിരിക്കുകയാണ്. ശ്യാം മെറ്റാലിക്സ് 1.35% ഇടിഞ്ഞിട്ടുണ്ട്. പിന്നെ സെറ സാനിറ്ററി വെയർ 7% ഉയർന്നിരിക്കുന്നു. 6.90 ഏകദേശം 7% ഇൻക്രീസ് ആയിരിക്കുകയാണ്. പിന്നെ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ SIP ഡേറ്റ വന്നു. പക്ഷെ എക്സ്പെക്ട് ചെയ്ത പോലെ അത്ര വന്നില്ല. അതുകൊണ്ട് തന്നെ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ ഒക്കെ
ഇന്ന് പെർഫോമൻസ് കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നോക്കേണ്ട സ്റ്റോക്കാണ് ഈ നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെന്റ്. ഈ ഒരു സ്റ്റോക്ക് ഇന്ന് 2.50% ഇടിഞ്ഞിട്ടുണ്ട്. ദെൻ UTA അസറ്റ് മാനേജ്മെന്റ് കമ്പനി 1.19% ഇടിഞ്ഞിട്ടുണ്ട്. പിന്നെ BEML സെക്കൻഡ് ഇന്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിരുന്നു. ബട്ട് എന്നാലും ആ ഒരു സ്റ്റോക്ക് ഇന്ന് കുറച്ചൊരു 1.63% മാത്രമാണ് ഇൻക്രീസ് ആയിരുന്നത്. ഇത് ഇന്ററിം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തതുകൊണ്ടാണ്. ദെൻ പോസിറ്റീവ് ന്യൂസ് നോക്കുകയാണെങ്കിൽ BPCLന് 100 മെഗാവാട്ടിന്റെ ഓർഡർ റിസീവ് ചെയ്തിരിക്കുന്നു. എന്നാലും ന്യൂസ് പോസിറ്റീവ് ആയാലും കുറച്ചൊന്ന് ഡൗണിലാണ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, 0.29%. ദെൻ JSL 1% ഡൗണിൽ ക്ലോസ് ആയി. ഇതും റിസൾട്ടിന്റെ ഇമ്പാക്റ്റ് ആണ്. ജിൻഡാൽ സ്റ്റെയിൻലെസ്, പിന്നെ ബ്രിഗേഡിന്റെ ബ്ലാങ്ക് ചെക്ക് അക്വിസിഷൻ %2.01% ഇൻക്രീസ് ആയിട്ടുണ്ട്. റിയാലിറ്റി സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു റിയാലിറ്റി സ്റ്റോക്കുകളിൽ. പിന്നെ എക്കണോമിക് സ്ലോ ഡൗൺ ആക്കുന്നത്, അതൊക്കെ മെയിൻ റീസൺ ആണ്. ദെൻ KPR മില്ല് എടുത്തു പറയേണ്ട ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് നല്ല ഒരു പെർഫോമൻസ് വന്നിട്ടുണ്ട്. KPR മില്ല് 8.17% ആണ്. അത് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക്. അതായത് 39% ആണ് 1 മന്തിൽ ഈ ഒരു സ്റ്റോക്ക് ഇൻക്രീസ് ആയിരിക്കുന്നത്. US UKയുടെ ട്രേഡ് ഡീൽ വന്നിട്ട് സെക്ടർ, ഈ ഒരു ടെക്സ്റ്റൈൽ സെക്ടറിന് നല്ല ഒരു ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു KPR മില്ലൊക്കെ നല്ല ഇൻക്രീസ് ആയിരിക്കുന്നത്. നല്ല ഒരു റാലിയാണ് ഈ ഒരു സ്റ്റോക്കിന്. അതുപോലെ കിർലോസ്കർ ഈ ഒരു സ്റ്റോക്കിനും റിസൾട്ട് ബേസ് ചെയ്തിട്ട് നല്ല ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. കിർലോസ്കർ ഫെറസ് ഇൻഡസ്ട്രീസ് 3.37% ഉയർന്നിട്ടുണ്ട്. ഇത് മദർസൺ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഇതിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, പിന്നെ സി എന്റർടൈൻമെന്റ്, ഇതൊക്കെ കുറച്ച് റിക്കവറി ആയ സ്റ്റോക്കാണ്. 3.81% റിക്കവറി ആയിട്ടുണ്ട്. അതുപോലെ ദിവീസ് ലബോറട്ടറീസ് 1.42% ഇൻക്രീസ് ആയിരിക്കുന്നു. ഇതൊക്കെ മേജർ ആയിട്ടുള്ള ഒരു റിക്കവർ ആയ സ്റ്റോക്കിലാണ്. അതുപോലെ JK സിമന്റ് ഇന്ന് ഒരുവിധം ഇൻക്രീസ് ആയിട്ടുണ്ട്, 0.59%. ലൂപ്പിൻ ലിമിറ്റഡും 1% കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി മൺഡേ റിസൾട്ട് വരുന്ന ആ ഒരു സെക്ടർ ഏതൊക്കെ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യണം എന്ന് വെച്ചാൽ ഡോക്ടർ റെഡ്ഡീസ്, ഈ ഒരു സ്റ്റോക്ക് വാച്ച് ചെയ്യാം. ഡോക്ടർ റെഡ്ഡീസ്, അതുപോലെ ABB, മനപ്പുറം ഫിനാൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് മൺഡേ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. മനപ്പുറം ഫിനാൻസ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ മെയിൻ ആയിട്ട് റിസൾട്ട് ബേസ് ചെയ്തിട്ട് വാച്ച് ചെയ്യാം. അതുപോലെ GE ഷിപ്പിംഗ്, നവീൻ ഫ്ലൂറൈന്, പിന്നെ സ്വിഗ്ഗിയുടെ റിസൾട്ട് കണ്ടും, പിന്നെ അതിന്റെ റിലയൻസ് സ്റ്റോക്ക്, ഇതെല്ലാം വാച്ച് ചെയ്യാം. റിലയൻസ്, പിന്നെ സാറ്റർഡേ റിസൾട്ട്, നാളെ റിസൾട്ട് വരാൻ പോകുന്ന സ്റ്റോക്കുകളിൽ അതുൽ ഓട്ടോയുടെ റിസൾട്ട് വരും. അപ്പൊ ആ ഒരു സ്റ്റോക്ക് വാച്ച് ചെയ്യുക. അതുപോലെ ആപ്പിൾ ഇന്ത്യ, ബോറോസിൽ റിന്യൂവബിൾസ്, പിന്നെ ഈ ഒരു മേഘാമണി ഓർഗാനിക്സ്, ഈ ഒരു സ്റ്റോക്ക്, മംഗളം സിമെന്റ് തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് മേജർ ആയിട്ട് നാളെ നോക്കേണ്ട സ്റ്റോക്കുകൾ. പിന്നെ FIS DIS ഡേറ്റ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇന്ത്യ പാക് ടെൻഷനാണ് മെയിൻ ആയിട്ട് മാർക്കറ്റ് ഇന്ന് ഡ്രെയിൻ ആക്കിയ ഒരു വിഷയം. അപ്പോൾ ഈ 2 ഡേയ്സ് ഹോളിഡേയ്സിൽ വരുന്ന സംഭവങ്ങൾ വെച്ചിട്ടായിരിക്കും മാർക്കറ്റിൽ മൺഡേ ഇമ്പാക്റ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതാണ് മേജർ ആയിട്ട്. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കി തന്നെ ചെയ്യുക. ഓവർ റിസ്ക് ഈ ഒരു സമയത്തിൽ എടുക്കണ്ട.
ഇപ്പോൾ EPF നല്ലൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. അത് ഏതൊക്കെ സ്റ്റോക്ക് ഈ ഒരു ഡിപ്പിൽ മേടിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടർ ഈ ഒരു സമയത്ത് മേടിക്കാമെന്നുള്ള വീഡിയോ ഞാൻ വീക്കെൻഡിൽ ഇടാം. അപ്പം അതും കൂടി നോക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, അതുപോലെ ക്രൂഡ് ഓയിൽ സ്ട്രാറ്റജീസ്, പിന്നെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേണിലായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ള വീഡിയോസ് ചെയ്തിരിക്കുന്നു. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. മലയാളം ഷെയർ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകളും ടോപ്പ് ബ്രോക്കറേജസ് നൽകുന്ന കോൾസ് നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.